ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നൊരു സ്പെഷ്യൽ സ്വീറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മധുരത്തിന് പേര് കേട്ട നമ്മുടെ ബംഗാളിൽ നിന്നുമുള്ള ഒരു വെറൈറ്റി സ്വീറ്റാണിത്. ഗുലാബ് ജാമുനും രസഗുളയും സന്ദേശം പോലെ ഇത് നിങ്ങൾ ആസ്വദിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ശരി, വീഡിയോയിലേക്ക് പോകാം. ഈ റാസ്ബോറ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 3/4 കപ്പ് പഞ്ചസാര, ഇനി ഒരു 3/4 ഗ്ലാസ് പാല് വേണം. ഞാൻ പഞ്ചസാരയും റവയും പാലുമെല്ലാം ഈ ഗ്ലാസ്സിലാണ് അളന്നിട്ടുള്ളത്. ആവശ്യത്തിന് നെയ്യ്, ഇനി 1/2 കപ്പ് റവ വേണം. ഈ റവയും ഞാൻ ആ ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഗ്ലാസ് യൂസ് ചെയ്യാം. ഇനി കുറച്ച് പാൽപ്പൊടി വേണം. പാൽപ്പൊടിക്ക് പകരം മൈദ ആയാലും മതി. ശരി, നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് വറുത്ത റവയോ വറുക്കാത്തതോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ പാലൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ റവ വറുക്കാൻ തുടങ്ങിയിട്ട്. ഇനി പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പാല് മൊത്തം റവയിൽ അബ്സോർബായി ആ പാനിൽ നിന്ന് ഇതൊന്ന് വിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് ആ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ മിക്സിംഗ് ആണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഒരു 7-8 മിനിറ്റ്, കുറഞ്ഞതൊരു 10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കുറച്ച് നെയ്യും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായി കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ മാവ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കയ്യിലൊരൽപ്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് മാവിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഷേപ്പൊന്ന് മാറ്റിയാൽ മതിയാകും. ഇതുപോലെ ഞാൻ എല്ലാ റാസ്ബോറയും ആ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരണം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇത് വറുത്ത് കോരാൻ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, എങ്കിൽ ഇത് കരിഞ്ഞു പോകും, അകം വേകുകയും ഇല്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ റാസ്ബെറിയും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ ആ മാറ്റി വെച്ച 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളവും എടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം വേണം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 ഏലക്ക കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നമുക്ക് റാസ്ബോറ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തിട്ട് ഇത് 1 മിനിറ്റ് നമുക്ക് ആ ഫ്ലെയിമിൽ അടച്ചിട്ട് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് 1 മണിക്കൂർ ഷുഗർ സിറപ്പിൽ ഇങ്ങനെ കുതിർത്ത് വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക.